നമസ്കാരം. ഇത് നിങ്ങളുടെ സ്വന്തം ക്രൈം സ്റ്റോറി ചാനൽ. പ്രതികാരം, വേദന, മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഇവയെല്ലാം ചേർന്ന് ആകാംക്ഷാഭരിതമാകാൻ പോകുന്ന മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കൊലയാളി സീരീസിൻ്റെ 51-ാം ഭാഗം. ഹമീദ് സാറിനെ കൊല്ലാൻ ആഗ്രഹിച്ചവർ ഒരാളല്ല. പക്ഷേ കൊലയാളി ആരാണ്? നന്ദനാണോ അതോ മറ്റാരെങ്കിലുമോ? ആ ചോദ്യം അവരെ വല്ലാതെ വിഷമിപ്പിച്ചു. ഇതുവരെ പറഞ്ഞതിന് പുറമെ എന്തെങ്കിലും കൂടി പറയും എന്ന കണക്കുകൂട്ടലിൽ അവർ കുറച്ചു സമയം കൂടി അവിടെ നിന്നു. അതിനുശേഷം നന്ദൻ ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും കൂടി പറയും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥൻ അടുത്ത ചോദ്യം ചോദിക്കാൻ തയ്യാറായത്. പക്ഷേ നന്ദൻ പിന്നീട് ഒന്നും പറഞ്ഞില്ല. കണ്ണടച്ച് ഒരേ കിടപ്പ് കിടന്നത് മാത്രം. ഉദ്യോഗസ്ഥൻ പല ചോദ്യങ്ങളും ചോദിച്ചു. എങ്കിലും അയാൾ അതിനൊന്നിനും മറുപടി പറഞ്ഞില്ല. അതൊന്നും കേൾക്കുന്ന ഭാവം പോലും അയാളുടെ മുഖത്ത് കാണാനില്ല. കേൾക്കാഞ്ഞിട്ടല്ല എന്നറിയാം. യാതൊന്നും പറയാൻ അയാൾക്ക് താല്പര്യമില്ല. അയാൾ പറഞ്ഞാൽ അത് കേൾക്കാം എന്നല്ലാതെ മറ്റ് മാർഗങ്ങളുമില്ല. ഇവിടെ അല്ലായിരുന്നെങ്കിൽ പറയിപ്പിക്കാനൊക്കെ തനിക്കറിയാമായിരുന്നു. പലരെ കൊണ്ടും പറയിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ സാഹചര്യം അനുകൂലമല്ലല്ലോ. അല്ലെങ്കിലും ഇതുവരെയും പരാതികളൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് അത്രയധികം ബുദ്ധിമുട്ടേണ്ട കാര്യവുമില്ല. ആശുപത്രി കിടക്കയിലായതുകൊണ്ട് നിർബന്ധമായും ചോദിക്കാനും കഴിയില്ല. മറ്റൊരു തവണ വരാമെന്ന കണക്കുകൂട്ടലിൽ പോലീസ് ഉദ്യോഗസ്ഥൻ തിരിച്ചു പോന്നു. പരാതികളൊന്നുമില്ലാത്തതുകൊണ്ട് കേസെടുത്തുമില്ല. കേസെടുക്കുന്നതിനു വേണ്ടി ആരും താല്പര്യപ്പെട്ടില്ല എന്നതാണ് ശരി. ആര് താല്പര്യപ്പെടാനാണ്? ഇനി താല്പര്യപ്പെട്ടാൽ തന്നെ എന്ത് കാര്യം? അന്ന് അവിടെ ഉണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ പ്രൊബേഷൻ കഴിഞ്ഞ് ആദ്യം വന്ന് ജോയിൻ ചെയ്ത ആളായിരുന്നു. ആരംഭശൂരത്വം കാണാതിരിക്കില്ലല്ലോ. ഈ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയണമെന്ന് അദ്ദേഹത്തിന് അമിതമായ ആകാംക്ഷയുണ്ടായിരുന്നു. അവരോട് തോന്നിയ അനുകമ്പയുമായിരിക്കാം കാരണം. പരാതിയില്ലെങ്കിലെന്താ, ഒന്ന് അന്വേഷിച്ചാൽ. അതുകൊണ്ട് പരാതി ഒന്നുമില്ലാതിരുന്നിട്ടുകൂടി അദ്ദേഹം നന്ദൻ്റെ കാര്യത്തെപ്പറ്റി രഹസ്യമായി അന്വേഷിച്ചു. ആ കേസിനോടോ ആ വ്യക്തികളോടോ തോന്നിയ ഒരു പ്രത്യേക താല്പര്യം മാത്രം. ഇൻസ്പെക്ടർക്ക് കിട്ടിയ വിവരം ഇങ്ങനെയാണ്. നളിനി ആശുപത്രിയിലാകാനുള്ള കാരണം പോലും നന്ദന് ശരിക്കും ദഹിച്ചിട്ടില്ലായിരുന്നു. രാവിലെ ഇവിടെ നിന്നും യാതൊരു കുഴപ്പവുമില്ലാതെ പോയ ആളാണല്ലോ. അല്ലെങ്കിൽ തന്നെ ഇവൾ എന്തിന് മുട്ടിലിൽ വരെ പോകണം? കൽപ്പറ്റയിൽ പോയി ജോലിയും ചെയ്തിട്ട് തിരിച്ചു പോന്നാൽ പോരെ? അവൾ പറഞ്ഞാലല്ലാതെ അതിനെപ്പറ്റി ഒരു വിവരവും കിട്ടാൻ തനിക്ക് മാർഗവുമില്ല. ആശുപത്രിയിൽ നിന്ന് വരട്ടെ, പറയിപ്പിക്കാം. ആ തീരുമാനത്തിൽ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം വരെ നന്ദൻ കാത്തുനിന്നു. നളിനിയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി വീട്ടിലെത്തിച്ചപ്പോൾ മുതൽ അവൾക്കെന്താണ് സംഭവിച്ചത് എന്നറിയാൻ നന്ദൻ അവളോട് ചോദിച്ചുകൊണ്ടിരുന്നു. ആദ്യമൊന്നും യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നളിനി പറഞ്ഞില്ല. എങ്കിലും കൂടപ്പിറപ്പിൻ്റെ മുഖത്തെ സങ്കടം കണ്ടപ്പോൾ അവൾ നടന്ന സംഭവങ്ങളെല്ലാം അതേപടി അനിയനോട് പറഞ്ഞു. അതോടൊപ്പം അവന് ഒരു നിർദ്ദേശവും കൂടി കൊടുത്തു. നടന്നത് നടന്നു, നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെടുകയും ചെയ്തു. അതൊന്നും ഇനി തിരിച്ചു കിട്ടുന്നതല്ല. നമ്മൾ എന്തു തന്നെ ചെയ്താലും പോയത് തന്നെ. ജീവൻ മാത്രം ബാക്കി കിട്ടിയതുകൊണ്ട് എനിക്കിനി പ്രത്യേക കാര്യമൊന്നുമില്ല. എന്നാലും
ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുമില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ജീവിക്കും, പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ. അവരോട് ക്ഷമിക്കാൻ കഴിയുമോ എന്ന നന്ദൻ്റെ ചോദ്യത്തിന് ജീവിതാവസാനം വരെ അത് കഴിയില്ല എന്നായിരുന്നു നളിനിയുടെ മറുപടി. പക്ഷേ ക്ഷമിക്കാതിരുന്നത് കൊണ്ട് കാര്യമെന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ സമൂഹത്തിന് ബാധ്യതയായി വളരാൻ മാത്രം അവരെ വിട്ടിട്ട് നമ്മളിവിടെ ഒളിച്ചു താമസിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത് എന്നായിരുന്നു നന്ദൻ്റെ ചോദ്യം. നന്ദനിലെ തീവ്ര ചിന്താഗതിക്കാരൻ്റെ ചോദ്യമല്ലേ അത്? അങ്ങനെയുള്ളവരെ സമൂഹം നശിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ നശിപ്പിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ചേച്ചിക്ക് സംഭവിച്ചതുപോലെ ഇനിയും നമ്മുടെ നാട്ടിലെ ഏതെങ്കിലുമൊക്കെ സഹോദരിക്ക് സംഭവിക്കും. അതിനെപ്പറ്റിയും നമ്മൾ കേൾക്കും. അത് കേട്ടിട്ടും നമ്മൾ നപുംസകങ്ങളെ പോലെ ജീവിക്കും. ഞാനും അങ്ങനെ ജീവിക്കണമെന്നാണോ ചേച്ചി പറയുന്നത്? എനിക്കങ്ങനെ ജീവിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. നീ അങ്ങനെ ജീവിക്കണമെന്ന് എനിക്കൊരു താല്പര്യവുമില്ല. പക്ഷേ അവരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെയൊക്കെ കഴിവിൻ്റെ പരിധിക്കും എത്രയോ അകലെയാണ് അവർ ഉള്ളത്. അവരുടെ അടുത്ത് എത്താൻ പോലും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നത്. അല്ലാതെ അവർ ശിക്ഷ അർഹിക്കുന്നില്ല എന്നതുകൊണ്ടല്ല. പക്ഷേ ആ നിരുത്സാഹപ്പെടുത്തലൊന്നും നന്ദനെ പിന്തിരിപ്പിക്കാൻ മതിയായ കാര്യമായിരുന്നില്ല. അവൻ അവരോട് ക്ഷമിക്കാനും കഴിയുമായിരുന്നില്ല. രഹസ്യമായ ഒരു പദ്ധതി അവൻ തയ്യാറാക്കി. നളിനി പോലും അറിയാതെ മുട്ടിലിൽ എത്തി. അവൾ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് എസ്റ്റേറ്റ് ബംഗ്ലാവിലും ചെന്നു. ഇനി എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്? നന്ദൻ അവിടെ ചെന്നപ്പോൾ ഹമീദ് സാർ അവിടെ ഉണ്ടായിരുന്നില്ല. വേറെ ആരൊക്കെയോ ഉണ്ടായിരുന്നു. തൻ്റെ സഹോദരിയെ നശിപ്പിച്ചതിൽ പ്രധാന പ്രതി ഹമീദ് സാർ ആണെങ്കിലും മറ്റു പലരും ഉത്തരവാദികളാണല്ലോ. അതുകൊണ്ട് നന്ദൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ശത്രുക്കളായിരുന്നു. എല്ലാവരും നന്ദൻ്റെ പ്രതികാരത്തിൻ്റെ ചൂട് അറിയേണ്ടവരുമാണ്. പക്ഷേ അവനെന്തെങ്കിലും കഴിയുമോ? അവനെ അവർ കണ്ടുപിടിച്ചു. അവനും കഴിവിൻ്റെ പരമാവധി പൊരുതി നിന്നു. എങ്കിലും 5-8 പേരുടെ അടുത്ത് ഒറ്റയ്ക്ക് എന്തു ചെയ്യാൻ കഴിയും? ഒടുവിൽ നന്ദന് പരാജയപ്പെടേണ്ടി വന്നു. അവൻ പരാജയപ്പെട്ടപ്പോൾ മുതൽ അവരെല്ലാവരും അവനെ ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ചതച്ചതാണ്. ഒരുത്തൻ വീണ് കിട്ടിയാൽ പിന്നെ അവനെ എന്തെങ്കിലും ചെയ്യാൻ മത്സരിക്കുന്നവരാണല്ലോ പലരും. എല്ലാവർക്കും മതിയായപ്പോഴേക്കും നന്ദന് ഒരു അനക്കവുമില്ല. ചത്തു കാണും എന്ന് വിചാരിച്ച് അവനെ അവർ കൊണ്ടുപോയി തേയിലത്തോട്ടത്തിൽ എറിഞ്ഞതാണ്. മിക്കവാറും ദിവസങ്ങളിൽ കാട്ടുമൃഗങ്ങൾ ഇറങ്ങാറുള്ള സ്ഥലമായതുകൊണ്ട് രാത്രി തന്നെ ഏതെങ്കിലും കാട്ടുമൃഗം അവനെ തിന്നോളും എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആശുപത്രിയിൽ നിന്നും സുഖമായി പുറത്തിറങ്ങിയ നന്ദൻ പിന്നെ കുറേ നാൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ കൃഷിപ്പണികളും മറ്റുമായി പടിഞ്ഞാറത്തറയിൽ തന്നെ കൂടി. പിന്നെ ജോലിക്ക് പോയി തുടങ്ങുകയും ചെയ്തു. അവരുടെ കാര്യങ്ങൾ സാധാരണ പോലെ മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. ചവിട്ടുകൊണ്ട പാമ്പിന് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുക മാത്രമല്ലേ വഴിയുള്ളൂ. ദിവസങ്ങളും മാസങ്ങളും കുറെ കടന്നുപോയി. എല്ലാം ശാന്തമായി എന്ന് നന്ദനെ അടുത്തറിയാത്തവരൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനെ സംഭവിക്കുമോ? എങ്കിലും നന്ദൻ്റെ മനസ്സിൽ നിന്നോ നളിനിയുടെ മനസ്സിൽ നിന്നോ കഴിഞ്ഞുപോയ സംഭവങ്ങളൊന്നും മാഞ്ഞു പോയില്ല. എങ്ങനെ പോകാനാണ്? അതുപോലെയാണല്ലോ അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഹമീദ് സാർ കൊല്ലപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച രണ്ടാമത്തെ ആളെ കൂടി
നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അത് നന്ദൻ ആണല്ലോ. അത് ശരി തന്നെയാണ്. പക്ഷേ ഹമീദ് സാർ കൊല്ലപ്പെട്ട ദിവസം നന്ദൻ കൽപ്പറ്റയിൽ തന്നെ ഉണ്ട്. അത് ഞാൻ പ്രത്യേകം അവരെ കൊണ്ട് അന്വേഷിപ്പിച്ചു. എന്ന് മാത്രമല്ല, അന്നത്തെ ഓഫീസിലെ CCTV ഫുട്ടേജിൽ മുഴുവൻ സമയവും നന്ദൻ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ അയാൾക്ക് ഇത്രയും അകലെ വരാനും ഇവിടെ വന്ന് കൊലപാതകം ചെയ്തു പോകാനും കഴിയും? നന്ദൻ നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്ന കാര്യം തീർച്ചയാണ്. സംശയിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടുതലായി വരികയാണല്ലോ. ഹമീദ് സാറിനെ കൊല്ലാൻ തയ്യാറായവർ കുറേയേറെ പേർ ഉണ്ടല്ലോ. അതുപോലെ സാറിനെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിലേറെ ആളുകൾ ഇപ്പോൾ ഉണ്ടെന്നല്ലേ മനസ്സിലാക്കാവുന്നത്? അത് ശരിയാണ്. ഇപ്പോൾ തന്നെ 2 പേരുടെ കാര്യം ഉറപ്പാണല്ലോ. ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണം വരുമ്പോൾ എത്ര പേർ കൂടി ഉണ്ടാകുമെന്ന് കണ്ടറിയണം. അതൊന്നും നമ്മുടെ അന്വേഷണത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിയെ വിപരീതമായി ബാധിക്കില്ല. ഇവരുടെയൊക്കെ കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം എന്നു മാത്രം. ഇവരെ ഓരോരുത്തരെയും പ്രതിയായി തന്നെ നമ്മുടെ മനസ്സിൽ കാണണം. യഥാർത്ഥത്തിൽ ആരാണ് പ്രതി എന്ന് അറിയുന്നത് വരെ മാത്രം. പ്രഭാകരൻ്റെ കൊലപാതകത്തിനെക്കുറിച്ചുള്ള അന്വേഷണം എവിടെ വരെ എത്തി എന്ന് അന്വേഷിക്കാം എന്ന് വെറുതെ ഇരുന്നപ്പോൾ തോന്നിയതാണ്. അതിനും ഈ സംഭവങ്ങളുമായി ഒരു ലിങ്ക് ഉണ്ടായിക്കൂടെ? സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അന്വേഷണം എങ്ങും എത്തിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരതിൽ കൂടുതൽ താല്പര്യമൊന്നും എടുത്തു കാണില്ല. കൊല്ലപ്പെട്ടത് വലിയ സ്വാധീനമുള്ള ആളൊന്നുമല്ലല്ലോ. രാവിലെ അയാളെ ഫോൺ ചെയ്ത നിഷാം യഥാർത്ഥത്തിൽ ആരെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? അങ്ങനെ ഒരാൾ യഥാർത്ഥത്തിലുള്ളത് തന്നെയാണോ? ഫോണിൻ്റെ ഇപ്പോഴത്തെ ഉടമ ഒരു നിഷാദാണ്. അയാൾ നമ്പർ പോർട്ട് ചെയ്തതായതുകൊണ്ട് ആ നമ്പറിൻ്റെ ആദ്യത്തെ ഉടമയുടെ പേരായിരിക്കും നിഷാം എന്നത്. നിങ്ങൾ നിഷാദിനെ കണ്ടോ? അയാളോട് കാര്യങ്ങൾ അന്വേഷിച്ചോ? അയാളെ കണ്ടു. അയാളാണ് ഈ വിവരങ്ങൾ പറഞ്ഞത്. ഒരു പാവം പിടിച്ച മനുഷ്യൻ. ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാൻ മാത്രമുള്ള മനസ്ഥിതിയോ ശാരീരിക ശേഷിയോ ഇല്ലാത്ത ഒരുത്തൻ. കണ്ടാൽ തന്നെ പാവം തോന്നും. നമ്മൾ അവന് വല്ല ജീവൻ ടോണും വാങ്ങി കൊടുത്തു പോകും. അങ്ങനെ ഒരുത്തനെയും എഴുതിത്തള്ളാൻ കഴിയില്ലല്ലോ. പറഞ്ഞതിന് പ്രകാരം രാജു ഇൻസ്പെക്ടർക്ക് അങ്ങനെ തോന്നിയാൽ പോലും അയാളെയും സംശയിക്കണമെന്ന് തന്നെയാണ് ജീവന് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. തൻ്റെ മനസ്സ് പറയുന്നത് അങ്ങനെയാണ്. നിഷാദ് തീർത്തും നിരപരാധിയൊന്നുമല്ല എന്ന് ജീവൻ്റെ അന്തരംഗം മന്ത്രിച്ചു. അതെന്തായിരിക്കും? അയാൾക്കും നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു തരാനുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ജീവൻ ജോസ് രാജു ഇൻസ്പെക്ടറിൽ നിന്നും നിഷാദിൻ്റെ അഡ്രസ്സ് വാങ്ങി. അയാൾക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയണമല്ലോ. അയാൾ തന്നെ ആയിരിക്കുമോ പ്രഭാകരൻ്റെ കൊലപാതകത്തിന് പിന്നിൽ? അങ്ങനെയാണെങ്കിൽ തന്നെ അത് എന്തിനായിരിക്കും? വല്ല തെളിവും നശിപ്പിക്കാൻ വേണ്ടി ആയിരിക്കുമോ? നന്ദൻ പ്രതികാരത്തിൻ്റെ വഴി തേടിപ്പോയി. പക്ഷേ സാറിനെ കൊല ചെയ്തത് അവനായിരിക്കുമോ? അല്ലെങ്കിൽ പിന്നെ ആരാണ്? ഹമീദ് സാറിനെ കൊന്നത് നിഷാദ് ആയിരിക്കുമോ? അവൻ പാവമാണേ, അതോ എല്ലാം അറിയുന്ന ഒരാളോ? ജീവൻ അവനെ കാണാൻ പോകുന്നു. അവന് പറയാനുള്ളത് ഈ കേസിനെ മാറ്റിമറിക്കും. അടുത്ത ഭാഗത്തിൽ സത്യം കുറച്ചുകൂടി പുറത്തു വരുമോ? മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.